ഹലോ, വെൽക്കം ടു സിംപ്ലിമെഡ് അക്കാഡമി. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത് ഫാർമക്കോഗ്നോസിയിലെ കുറച്ച് ഡ്രഗ്സിൻ്റെ ട്രിക്സ് വെച്ചിട്ട് പഠിക്കുന്നത്. അതായത് നമുക്കറിയാം PSCക്ക് ഒരു നല്ലൊരു ശതമാനം ക്വസ്റ്റ്യൻസും ഫാർമക്കോഗ്നോസിൽ നിന്ന് വരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു പെർസെൻറ്റേജ് നമ്മൾ ജസ്റ്റ് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഫാർമക്കോഗ്നോസിൽ നിന്ന് നല്ലൊരു പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ ഫാർമക്കോഗ്നോസി നമുക്കറിയാം, പഠിക്കുമ്പോൾ വളരെ ഈസിയായി തോന്നും. പക്ഷേ അത് കഴിഞ്ഞാണ്ട് നമ്മൾ ഓർത്ത് നോക്കുമ്പോൾ എല്ലാം കൂടി മാറിപ്പോകും. അതായത് നമ്മൾ ഡ്രഗിൻ്റെ ഫാമിലി, ബയോളജിക്കൽ സോഴ്സ്, കോൺസ്റ്റിറ്റ്യുവൻസ്, യൂസ് എല്ലാത്തിനും പഠിക്കാനുണ്ട്. അതായത് ഒരു 60 ഡ്രഗ്സോളം നമുക്ക് പഠിക്കാനുണ്ട്. എല്ലാതും കൂടി പഠിച്ചു വരുമ്പോൾ നമുക്ക് എന്താവും, എല്ലാം കൂടി മാറിപ്പോകും. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാർമക്കോഗ്നോസിൻ്റെ അകത്തുള്ള ഡ്രഗ്സിൻ്റെ സ്റ്റൊമാറ്റയും കാൽഷ്യം ഓക്സൈഡ് ക്രിസ്റ്റൽസും കുറച്ച് ട്രിക്സ് യൂസ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, എല്ലാതും കൂടി പഠിക്കുമ്പോൾ നമുക്കറിയാം എല്ലാം കൂടി മിക്സ് ആയിട്ട് ഏതിലാണ് പഠിച്ചത്, ഏതിൻ്റെ സ്റ്റൊമാറ്റയാണ്, ഏതിൻ്റെ കാൽഷ്യം ക്രിസ്റ്റൽസ് ആണ്, കാൽഷ്യം ഓക്സൈഡ് ക്രിസ്റ്റൽസ് ആണ്, എല്ലാം കൂടി മാറിപ്പോകും. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് PSCക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആകും. ഓക്കെ, സോ ദി ട്രിക്സ് ടു റിമെമ്പർ ദി സ്റ്റൊമാറ്റ ആൻഡ് കാൽഷ്യം ഓക്സൈഡ് ക്രിസ്റ്റൽസ്. ഫസ്റ്റ് നമുക്ക് സ്റ്റൊമാറ്റയെ കുറിച്ച് പഠിക്കാം. ഓക്കെ, സ്റ്റൊമാറ്റ നമുക്കറിയാം അനോമോസൈറ്റിക്, ഡയാസൈറ്റിക്, അനിസോസൈറ്റിക് അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ ഫസ്റ്റ് അനോമോസൈറ്റിക് സ്റ്റൊമാറ്റയെ കുറിച്ച് പഠിക്കാം. ഓക്കെ, ഏതൊക്കെ ഡ്രഗ്സ് ആണ് അനോമോസൈറ്റിക് സ്റ്റൊമാറ്റ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഡ്രഗ്സിൻ്റെ അകത്താണ് അനോമോസൈറ്റിക് സ്റ്റൊമാറ്റ പ്രസന്റ് ആയിട്ടുള്ളത്, അത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ അനോമോസൈറ്റിക്. അതിൻ്റെ മറ്റൊരു നെയിമാണ് റാനുങ്കുലേഷ്യസ്. ഓക്കെ, രണ്ട് നെയിമും പഠിക്കണം. ഏത് നെയിമാണ് എക്സാമിന് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങളോട് റാനുങ്കുലേഷ്യസ് സ്റ്റൊമാറ്റ ഏതാണെന്നായിരിക്കും ചോദിക്കുക. നമുക്കറിയണം റാനുങ്കുലേഷ്യസും അനോമോസൈറ്റിക്കും സെയിം ആണ്, അല്ലെങ്കിൽ ഒന്നാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്നാൽ ചിലപ്പോൾ നിങ്ങൾ അനോമോസൈറ്റിക് സ്റ്റൊമാറ്റ ഏതിലാണ് ഉള്ളതെന്നൊക്കെ പഠിച്ചിട്ടുണ്ടോ, പക്ഷെ അതിൻ്റെ സിനോണിം അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു നെയിമാണ് റാനുങ്കുലേഷ്യസ് സ്റ്റൊമാറ്റ എന്ന്. അത് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആ ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം അനോമോസൈറ്റിക്കിന്റെ മറ്റൊരു നെയിമാണ് റാനുങ്കുലേഷ്യസ് സ്റ്റൊമാറ്റ. ഓക്കെ, ഇനി എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് അനോമോസൈറ്റിക് അതാദ്യം പറയാം. ഓക്കെ, ഇവിടെ ഒരു സ്റ്റോമ ഉണ്ട്, ഇതാണ് സ്റ്റോമ. ഓക്കെ, ഈ സ്റ്റോമയ്ക്ക് ചുറ്റുമായിട്ട് കാണുന്ന സെൽസ് ആണ് സബ്സിഡറി സെൽസ്. ഇതെല്ലാം സബ്സിഡറി സെൽസ് ആണ്. ഓക്കെ, അപ്പോൾ അതൊരു വേരിങ് നമ്പറിൽ കാണുന്നതിനാണ് അനോമോസൈറ്റിക് സ്റ്റൊമാറ്റ എന്ന് പറയാം. ഓക്കെ, സ്റ്റോമയുടെ ചുറ്റുമായിട്ട് വേരിങ് നമ്പറിൽ കാണുന്ന സബ്സിഡറി സെൽസിനാണ് നമ്മൾ അനോമോസൈറ്റിക് സ്റ്റൊമാറ്റ എന്ന് പറയും. ഇനി നമ്മൾ എങ്ങനെയാണ് ട്രിക്ക് യൂസ് ചെയ്തിട്ടുള്ളത്, ഇവിടെ നമുക്ക് അനോമോസൈറ്റിക് സ്റ്റൊമാറ്റയിൽ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, അതായത് ഒരു കോഡ് യൂസ് ചെയ്തിട്ട് പഠിക്കാം. അനോറാസ് കോൾഡ് BF. ഓക്കെ, അനോറാസ് കോൾഡ് BF, അതാണ് നമ്മൾ ഒരു കോഡ്. അനോമോസൈറ്റിക് സ്റ്റൊമാറ്റയുടെ ഡ്രഗ്സിന്റെ ഒരു കോഡ് എന്ന് പറയുന്നത് അനോറാസ് കോൾഡ് BF. ഇനി നോക്കാം നമുക്ക് ഏതൊക്കെ ഡ്രഗ്സ് ആണെന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് അനോറയിലെ ANO അനോമോസൈറ്റിക്. ഓക്കെ, അനോറയിലെ ANO അനോമോസൈറ്റിക്. ദെൻ നമുക്ക് പറഞ്ഞിരുന്നു അനോമോസൈറ്റിക് എന്നുള്ള നെയിം മാത്രം പഠിച്ചാൽ പോലെ റാനുങ്കുലേഷ്യസ് എന്നുള്ള നെയിമും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഏതിനാണ് അതിൻ്റെ നെയിം എന്ന് കൂടി നമുക്കറിയാം. അതായത് ഇപ്പോൾ ഡയാസൈറ്റിക്കിന് ഏതാ വരുന്നത്, അല്ലെങ്കിൽ അനോമോസൈറ്റിക് ഉണ്ട്, വേറെ നെയിംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏതിനാ വരുന്നതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനാണ് നമ്മൾ അതും കൂടി ട്രിക്കിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അനോമോസൈറ്റിക്കിൽ വരുന്ന അല്ലെങ്കിൽ അനോമോസൈറ്റിക്കിന്റെ മറ്റൊരു നെയിമാണ് റാനുങ്കുലോഷ്യസ്. ഓക്കെ, സോ അനോറ. ഓക്കെ, അനോറ എന്ന് പറഞ്ഞാൽ അനോമോസൈറ്റിക് റാനുങ്കുലേഷ്യസ് ഡ്രഗ്സ്. ഓക്കെ, അനോമോസൈറ്റിക് റാനുങ്കുലേഷ്യസ് സ്റ്റൊമാറ്റ ആർ പ്രസന്റ് ഇൻ ദീസ് ഡ്രഗ്സ്. ഓക്കെ, ഏതൊക്കെയാണ് ഡ്രഗ്സ്? കോൾഡ്, ദാറ്റ് ഈസ് ക്ലോവ്. ഓക്കെ, കോൾഡിൽ ക്ലോവ്. ദെൻ O for opium, then L for lobelia, D for digitalis, B for butchu and bringaraj, and F for fennel. Okay, so anoras cold BF. ഏതൊക്കെയാണ് anoras cold BF? Anora means anomosaitic, then anora means ranunculaceous. Okay, then cold ൽ ഏതൊക്കെയാണ്? C for clove, then O for opium, L for
ലൊബേലിയ ആൻഡ് ഡി ഫോർ എന്താണ് ഡി കൊണ്ട് ഡിജിറ്റാലിസ്. ഓക്കെ, ഇതിൽ കറക്റ്റ് പഠിക്കുന്നത് നിങ്ങളൊരു ഇതായിരിക്കും. അതായത് ഡിക്ക് നിങ്ങൾ ഒരിക്കലും ടെറ്റൂറ അങ്ങനെയൊന്നും പഠിച്ചു പോകരുത്. ഈ ഒരു സ്റ്റൊമാറ്റോയുടെ അകത്ത് വരുന്ന ഡ്രഗ്സ് നിങ്ങൾ പഠിക്കണം, കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, സോ ഡി ഫോർ ഡിജിറ്റാലിസ്. ഓക്കെ, ദെൻ ബി ഫോർ ബ്രിങ്കരാജ് ആൻഡ് ബുച്ചു. ഓക്കെ, ദെൻ എഫ് ഫോർ ഫെനൽ. ഓക്കെ, അങ്ങനെയാണ് അനോമോസൈറ്റിക് അല്ലെങ്കിൽ റാനുങ്കുലേഷ്യസ് സ്റ്റൊമാറ്റ ഡ്രഗ്സിന്റെ അകത്ത് ഏതൊക്കെ ഡ്രഗ്സിന്റെ അകത്താണ് പ്രസന്റ് ആയിട്ടുള്ളത് എന്നാണ്. ഇവിടെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡ്രഗ്സ് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റൊമാറ്റയിലോട്ട് പോവാം. നെക്സ്റ്റ് നമുക്ക് നോക്കാം പാരാസൈറ്റിക് സ്റ്റൊമാറ്റ. ഓക്കെ, പാരാസൈറ്റിക് സ്റ്റൊമാറ്റ. പാരാസൈറ്റിക്കിന്റെ മറ്റൊരു നെയിം എന്താണ്? റൂബിയേഷ്യസ്. ഓക്കെ, റൂബിയേഷ്യസ് സ്റ്റൊമാറ്റ. ഇനി ആദ്യം നമുക്ക് എന്താണ് പാരാസൈറ്റിക് അല്ലെങ്കിൽ എന്താണ് റൂബിയേഷ്യസ് സ്റ്റൊമാറ്റ എന്ന് പറയാം. ഓക്കെ, പാരാസൈറ്റിക് സ്റ്റൊമാറ്റ എന്ന് പറയുമ്പോൾ ഇവിടെ സ്റ്റോമ. ഓക്കെ, സ്റ്റോമയ്ക്ക് ചുറ്റുമായിട്ട് കാണുന്ന ഈ സബ്സിഡറി സെൽസ് എന്ന് പറയുന്നത് പാരലൽ ആയിട്ടാണ് കാണുന്നത്. കണ്ടോ, ഈ സബ്സിഡറി സെൽസ് എന്ന് പറയുന്നത് ഈ സ്റ്റോമ സെൽസിന്റെ ഇത് പാരലൽ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അതാണ് പാരാസൈറ്റിക് സ്റ്റൊമാറ്റ. പാരാ മീൻസ് പാരലൽ. ഓക്കെ, സോ പാരാസൈറ്റിക് സ്റ്റൊമാറ്റ ഓർ പാരാസൈറ്റിക്കിന്റെ മറ്റൊരു പേരാണ് റൂബിയേഷ്യസ്. ഓക്കെ, ഇനി നമുക്ക് കോഡിലോട്ട് പോവാം. ഫസ്റ്റ് നമുക്ക് കോഡ് നോക്കാം. പാറു. ഓക്കെ, പാറു ദാറ്റ് ഈസ് പാരാസൈറ്റിക്. പി എ നോക്കിയാൽ മതി. പാരാസൈറ്റിക്. ഓക്കെ, ദെൻ ആർ യു മീൻസ് റൂബിയേഷ്യസ്. ഓക്കെ, so paru means pa means parasitic, then ru means rubiaceous. So paru. Okay, paru കുറച്ച് സീക്കോ ആണ്. സീക്കോ നമുക്ക് സൈക്കോ എന്നാണ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉദ്ദേശിക്കാം. ഓക്കെ, ഇവിടെ സീക്കോ ആണ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. സീക്കോസ് SE that is senna. Okay, then കൊക്ക. ഓക്കെ, അപ്പോൾ പാറ് കുറച്ച് സീക്കോ ആണ്. അനമോസൈറ്റിക് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? അനോറാസ് കോൾഡ് BF. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാരാസൈറ്റിക്കിന് എന്താണ് നമ്മൾ പറഞ്ഞിരുന്നത്? പാരാസൈറ്റിക്കിന് പാറു കുറച്ച് സീക്കോ ആണ്. പാറു ദാറ്റ് ഈസ് പാരാസൈറ്റിക് റൂബിയേഷ്യസ്. പാറു കുറച്ച് സീക്കോ ആണ്. സീക്കോ മീൻസ് സെന്ന ആൻഡ് കൊക്ക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റൊമാറ്റയിലോട്ട് പോവാം നമുക്ക്. നെക്സ്റ്റ് ഡയാസൈറ്റിക്. ഓക്കെ, ഡയാസൈറ്റിക് സ്റ്റൊമാറ്റ. ഇവിടെ ഡയാസൈറ്റിക് സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമ്മുടെ സ്റ്റോമ സെൽസ് ഉണ്ട്. ഓക്കെ, ഈ സ്റ്റോമ സെൽസ് റൈറ്റ് ആംഗിൾ ആയിട്ടാണ് ഈ സബ്സിഡറി സെൽസ് റൈറ്റ് ആംഗിൾ ആയിട്ടാണ് കാണുന്നത്. അതാണ് ഡയാസൈറ്റിക്. ഓക്കെ, ഇവിടെ കാണുന്ന ദി സ്റ്റോമ ഹാസ് 2 സബ്സിഡറി സെൽസ് ലോങ് ആക്സസ് ഓഫ് വിച്ച് ആർ അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദാറ്റ് ഓഫ് ദി സ്റ്റോമ. ഇതിന് രണ്ടിനും റൈറ്റ് ആംഗിൾ ആയിട്ടാണ് ഈ ഒരു സബ്സിഡറി സെൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അതാണ് ഡയാസൈറ്റിക്. ഓക്കെ, ഡയാസൈറ്റിക്. അപ്പൊ ഡയാസൈറ്റിക്കിന്റെ മറ്റൊരു നെയിം എന്താണ്? കാരിയോഫൈലസ്. ഓക്കെ, കാരിയോഫൈലസ്. ഇനി നമുക്ക് കോഡിലോട്ട് പോവാം. ഓക്കെ, നോക്കാം എന്താണ് ട്രിക്ക്. ഡിക്ക. ഓക്കെ, ഡിക്ക ദാറ്റ് ഈസ് ഡയാസൈറ്റിക് കാരിയോഫൈലസ്. ഡിക്ക, ഡയാസൈറ്റിക് കാരിയോഫൈലസ്. സോ ഡിക്ക. ഓക്കെ, ഡിക്ക മധ്യപ്രദേശ് സ്റ്റേറ്റ് വന്നു. ഓക്കെ, ഡിക്ക മധ്യപ്രദേശ് സ്റ്റേറ്റിൽ നിന്ന് വന്നു. അതായത് നമ്മുടെ എന്താണ് കോഡ്. ഓക്കെ, മധ്യപ്രദേശ്. നമുക്ക് എമൗണ്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ എമ്മും പിയും കൂടി വരാൻ വേണ്ടിയിട്ട് ഒരു കോഡ് യൂസ് ചെയ്തതാണ് മധ്യപ്രദേശ്. ഓക്കെ, സോ മധ്യപ്രദേശ് സ്റ്റേറ്റിൽ നിന്ന് വന്നു. ഓക്കെ, ഡിക്ക മധ്യപ്രദേശ് സ്റ്റേറ്റിൽ നിന്ന് വന്നു. സോ ഇവിടെ എം. ഓക്കെ, എം കൊണ്ട് തുടങ്ങുന്നത് എന്താണ്? മെന്ത. ഓക്കെ, ദെൻ പി മധ്യപ്രദേശ്. പി ഫോർ പെപ്പർമിന്റ്. ഓക്കെ, ദെൻ എസ്. ഓക്കെ, എസ് ഫോർ സ്പിയർമിന്റ്. ദെൻ വന്നു. സോ വി കൊണ്ട് എന്താണ്? വസാഗ. ഓക്കെ, വസാഗ. അപ്പൊ എങ്ങനെയാണ് ഡയാസൈറ്റിക്കിന്റെ കോഡ് എന്താണ്? ഡിക്ക മധ്യപ്രദേശ് സ്റ്റേറ്റിൽ നിന്ന് വന്നു. ഓക്കെ, ഡിക്ക ദാറ്റ് ഈസ് ഡയാസൈറ്റിക്. ക ദാറ്റ് ഈസ് കാരിയോഫൈലസ്. ഓക്കെ, ഡിക്ക മധ്യപ്രദേശ് സ്റ്റേറ്റിൽ നിന്ന് വന്നു. മധ്യപ്രദേശ്. എം പി. എം മീൻസ്
menta. Okay, P means peppermint. Then state S for spearmint. Last vannu, that is vasaga. ഓക്കെ, അപ്പൊ കൂടെ തന്നെ ഓർത്തു പോവുക. ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു പോയാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്റ്റൊമാറ്റയും കാൽഷ്യം മോസ്ഫേറ്റ് ക്രിസ്റ്റൽസും ക്രാക്ക് ചെയ്യാൻ കഴിയും. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഏതൊക്കെ നമ്മൾ പഠിച്ചത്? അനോറാസ് കോൾഡ് BFഉം, പാറു കുറച്ച് സീക്കോ ആണ്. ദെൻ ഡിക്ക മധ്യപ്രദേശ് സ്റ്റേറ്റിൽ നിന്ന് വന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ അനിസോസൈറ്റിക്. ഓക്കെ, അനിസോസൈറ്റിക് ക്രൂസിഫറസ്. അനിസോസൈറ്റിക്കിന് മറ്റൊരു നെയിമാണ് ക്രൂസിഫറസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അനിസോസൈറ്റിക് എങ്ങനെയാണ്, ആദ്യം അതിന്റെ അറേഞ്ച്മെന്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ സ്റ്റോമ സെൽസിന് ചുറ്റും 3 സബ്സിഡറി സെൽസ് ആണുള്ളത്. ഓക്കെ, സ്റ്റോമ സെൽസിന് ചുറ്റും 3 സബ്സിഡറി സെൽസ് ആണുള്ളത്. സ്റ്റോമ സെൽസിന് ചുറ്റും 3 സബ്സിഡറി സെൽസ്, അതാണ് അനിസോസൈറ്റിക്. ഓക്കെ, അനിസോസൈറ്റിക് അല്ലെങ്കിൽ ക്രൂസിഫറസ്. ഓക്കെ, ഇനി നമുക്ക് കോഡിലോട്ട് പോകാം. ഓക്കെ, അനിക്രൂ, അനിസോസൈറ്റിക്കിന് അനിക്രൂവിന്റെ ഡാഡിക്ക് ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ കൊടുത്തു. ഓക്കെ, അനിക്രൂവിന്റെ ഡാഡിക്ക് ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ കൊടുത്തു, അതാണ് നമ്മുടെ ഒരു കോഡ്. ഓക്കെ, സോ അനിക്രൂ അനിസോസൈറ്റിക്. ഓക്കെ, ക്രൂ ദാറ്റ് ഈസ് ക്രൂസിഫറസ്, അനിസോസൈറ്റിക് ക്രൂസിഫറസ്. സോ അനിക്രൂവിന്റെ ഡാഡിക്ക്, ഡാഡി ദാറ്റ് ഈസ് DAD, ദാറ്റ് ഈസ് ഡെറ്റൂറ അശ്വഗന്ധ ഡുബോയ്സ. ഓക്കെ, അനിക്രൂവിന്റെ ഡാഡിക്ക് ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ കൊടുത്തു. നമ്മൾ ഹെപ്പറ്റൈറ്റിസ് B എങ്ങനെയാണ് ഷോർട്ട് ഫോമിൽ എഴുതുക? HBV എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ ഷോർട്ട് ഫോമിൽ എഴുതുക. ഓക്കെ, അതാണ് HBV. ഓക്കെ, HBV ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ കൊടുത്തു. ഓക്കെ, അനിക്രോയിന്റെ ഡാഡിക്ക് ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ കൊടുത്തു, അതാണ് ഇവിടുത്തെ കോഡ്. ഓക്കെ, സോ അനിസോസൈറ്റിക് ക്രൂസിഫറസ്. ഓക്കെ, ഡാഡിക്ക് ദാറ്റ് ഈസ് ഡെറ്റൂറ അശ്വഗന്ധ ഡുബോയ്സ ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ ഹെൻഡെയിൻ. ഓക്കെ, ബെല്ലഡോണ, ദെൻ വിങ്ക. ഇവിടെ വിങ്കയും അതായത് അനിസോസൈറ്റിക്കിന്റെ അകത്ത് വിങ്കയാണ് വരുന്നത്. ഓക്കെ, ഇനി ഡയാസൈറ്റിക്കിന്റെ അകത്താണ് വസാഗ. നമ്മൾ കോഡ് യൂസ് ചെയ്ത് പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇപ്പൊ വീനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഇതിൽ വിങ്കയാണോ ഇതിൽ വസാഗയാണോ എന്നുള്ളത് നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. അത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് പഠിക്കണം. വിങ്കയാണോ വസാഗയാണോ ഈ ഒരു അനിസോസൈറ്റിക്കിന്റെ അകത്ത് വരുന്നത് എന്ന് അത് കറക്റ്റ് ചെയ്ത് പഠിച്ചിട്ട് കോഡ് യൂസ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത് പഠിച്ചു പോവാ. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞത്? അനോമോസൈറ്റിക് പറഞ്ഞു അല്ലെ? അനോമോസൈറ്റിക്, അനോറാസ് കോൾഡ് BF. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഏതാ നമ്മൾ പറഞ്ഞത്? പാറു കുറച്ച് സീക്കോ ആണ്, അതായത് പാരാസൈറ്റിക്. ഓക്കെ, ദെൻ പിന്നെ എന്താ പറഞ്ഞത്? ഡിക്ക. ഓക്കെ, ഡിക്ക മധ്യപ്രദേശ് സ്റ്റേറ്റിൽ നിന്ന് വന്നു. ഓക്കെ, ലാസ്റ്റ് വൺ ആണ് അനിക്രോയിന്റെ ഡാഡിക്ക് ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ കൊടുത്തു. ഓക്കെ, ഈ ഒരു കോഡ് യൂസ് ചെയ്തിട്ട് പഠിച്ച് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്റ്റൊമാറ്റോസും കാര്യങ്ങളും ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റിലോട്ട് പോവാം. ഓക്കെ, ആക്ടിനോസൈറ്റിക് ഓർ റേഡിയേറ്റ്. ഓക്കെ, ആക്ടിനോസൈറ്റിക് ഓർ റേഡിയേറ്റ്. ഇവിടെ ഞാൻ കോഡൊന്നും യൂസ് ചെയ്തിട്ടില്ല, കാരണം എന്താ വെച്ചാൽ ഒരൊറ്റ ഡ്രഗേ ഉള്ളൂ ആക്ടിനോസൈറ്റിക്കിന്റെ അകത്ത്. ഓക്കെ, ആക്ടിനോസൈറ്റിക്കിന്റെ അകത്ത് ഒരൊറ്റ ഡ്രഗ് ആണുള്ളത്, ആക്ടിനോസൈറ്റിക് ഓർ റേഡിയേറ്റ്. ഓക്കെ, ആക്ടിനോസൈറ്റിക് ഓർ റേഡിയേറ്റ്. ഇവിടെ എങ്ങനെയാണ് പറയുന്നത്? ഇതാണ് റേഡിയേറ്റിംഗ് സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സബ്സിഡറി സെൽസ്. ഇത് ചുറ്റും ഒരുപാടായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ ആക്ടിനോസൈറ്റിക് അല്ലെങ്കിൽ റേഡിയേറ്റ് സെൽഡ്. ഇതിന് എക്സാമ്പിൾ എന്താണ്? ഒരൊറ്റ ഡ്രഗേ ഉള്ളൂ, അത് പൈലോകാർപ്പസ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒരു കോഡ് യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫാർമക്കോഗ്നോസിന്റെ അകത്ത് വരുന്ന സ്റ്റൊമാറ്റേഡ്. ഏതൊക്കെ സ്റ്റൊമാറ്റേഴ്സ് ആണുള്ളത്? ഓക്കെ, ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? അനോമോസൈറ്റിക്, ഓക്കെ, പാരാസൈറ്റിക്, ഡയാസൈറ്റിക് ആൻഡ് അനിസോസൈറ്റിക്. ഓക്കെ, ഇത് 4 ആണ് ഇമ്പോർട്ടന്റ്. അതിന്റെ അതർ നെയിംസും കൂടെ പഠിക്കുക. കാരണം എക്സാമിന് നിങ്ങൾക്ക് അതർ നെയിം വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിൽ വേണം
ആൻസർ ചെയ്യാൻ. ഓക്കെ, അതർ നെയിംസ് അറിയില്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അനോമോസൈറ്റിക്കിൽ ഏതൊക്കെയാണ് പഠിച്ചിട്ടുണ്ടാവും, അനിസോസൈറ്റിക്കിൽ ഏതൊക്കെയാണ് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ അതർ നെയിംസ് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ആൻസേഴ്സ് കറക്റ്റ് കിട്ടില്ല. ഓക്കെ, ചിലപ്പോൾ ഡ്രഗ് ഫൈലോകാർപ്പസിന്റെ അകത്ത് ഏത് സ്റ്റൊമാറ്റ ആയിരിക്കും. ഓക്കെ, ഓപ്ഷന്റെ അകത്ത് എന്ത് വന്നിട്ടുണ്ടാവും, റേഡിയേറ്റ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് റേഡിയേറ്റ് അനിസോസൈറ്റിക്കിന്റെ അതർ നെയിം ആണെന്ന് അറിയില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഒരു മാർക്ക് നഷ്ടപ്പെടും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആക്ടിനോസൈറ്റിക് എല്ലാത്തിൻ്റെയും അതർ നെയിംസും കൂടെ പഠിച്ചു. ഓക്കെ, അപ്പൊ ഇത്രയാണ് സ്റ്റൊമാറ്റോയെ കുറിച്ച് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസിനെ കുറിച്ച് പറയാം. ഓക്കെ, കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് 2 ടൈപ്പ് ആണുള്ളത്. സിംഗിളും ഉണ്ട്, ക്ലസ്റ്റർ ആയിട്ട് കാണുന്നത്. സിംഗിൾ പറഞ്ഞ ഒരൊറ്റൊന്നായിട്ട് കാണുന്നതുകൊണ്ട്, ക്ലസ്റ്റർ ആയിട്ട് കൂട്ടായിട്ട് കാണുന്നതുകൊണ്ട്. ഓക്കെ, നമുക്ക് ഏതൊക്കെയാണ് നോക്കാം. സിംഗിൾ ആയിട്ട് കാണുന്നത് ഏതിലൊക്കെയാണ്, കാസ്കാര ബാർക്ക്, ദെൻ ഇപ്പിക്കാക്, ജെൻഷ്യാൻ. ഓക്കെ, അതിനൊരു ട്രിക്ക് ഉണ്ട്, സിംഗിൾ CBI ഇൻ ജർമ്മനി. ഓക്കെ, സിംഗിൾ CBI ഇൻ ജർമ്മനി, സിംഗിൾ ഓക്കെ, സിംഗിൾ CBI, ദാറ്റ് ഈസ് CBI. എന്താണ് CBI, കാസ്കാര ബാർക്ക്, CB. ഓക്കെ, ദെൻ I for ഇപ്പിക്കാക്, ദെൻ ജർമ്മനി, ദാറ്റ് ഈസ് ജെൻഷ്യാൻ. ഓക്കെ, സോ സിംഗിൾ CBI ഇൻ ജർമ്മനി, അതാണ് കാൽഷ്യം ഓക്സൈഡ് ക്രിസ്റ്റൽസ് സിംഗിൾ ആയിട്ട് കാണുന്നതിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇനി ക്ലസ്റ്റേഴ്സ് ആയിട്ട് കാണുന്നതിൽ കുറെ വരുന്നത്, ഇവിടെ ജസ്റ്റ് 2 എക്സാമ്പിൾ കൊടുത്തിട്ടുള്ള സ്കില്ലും ഹയോസയാമസും. ഓക്കെ, നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ നീഡിൽ ഷേപ്പ്ഡ്. ഓക്കെ, നീഡിൽ ഷേപ്പ്ഡ് കാൽഷ്യം ഓക്സൈഡ് ക്രിസ്റ്റൽസ് ഏതിൻ്റെ അകത്താണ് കാണുന്നത്. ഓക്കെ, നീഡിൽ ഷേപ്പ്ഡ് കാൽഷ്യം ഓക്സൈഡ് ക്രിസ്റ്റൽസ്, അത് നമുക്ക് ട്രിക്ക് യൂസ് ചെയ്തിട്ട് പഠിക്കാം. നീഡിൽ പാക്ക്ഡ്. ഓക്കെ, നീഡിൽ പാക്ക്ഡ്. സോ നീഡിൽ ഷേപ്പ്ഡ് ഏതിലൊക്കെ കാണുന്നത്, പാക്ക്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഫൈറ്റോലോക്ക അമേരിക്കാന. ഓക്കെ, ഫൈറ്റോലോക്ക അമേരിക്കാന എന്ന് പറയുന്നത് ബെല്ലഡോണയുടെ അഡൾട്രന്റ് ആണ്. ഓക്കെ, ഫൈറ്റോലോക്ക അമേരിക്കാന, ദെൻ അലോ, ദെൻ കാപ്റ്റോതീക്ക. ഓക്കെ, അപ്പോൾ ഏതാണ് നമ്മൾ പഠിച്ചത്, നീഡിൽ ഷേപ്പ്ഡ്. ഓക്കെ, ട്രിക്ക് എന്താണ്, നീഡിൽ പാക്ക്ഡ്. ഓക്കെ, നീഡിൽ പാക്ക്ഡിന് ഏതൊക്കെയാണ് ട്രിക്ക് വരുന്നത്, പാക്ക്ഡിന്റെ അകത്ത് ഫൈറ്റോലോക്ക അമേരിക്കാന. ഓക്കെ, ദെൻ പാക്ക്ഡിൽ എ ഫോർ അലോ. ഓക്കെ, ദെൻ C ഫോർ കാപ്റ്റോതീക്ക. ഓക്കെ, അപ്പൊ അതാണ് നീഡിൽ ഷേപ്പ്ഡ് കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസിന്റെ ട്രിക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം റാഫിഡ്സ്. ഓക്കെ, നെക്സ്റ്റ് റാഫിഡ്സിന് റഫ് ഐഡിയ അബൌട്ട് ക്ലൗ. ഓക്കെ, റഫ് ഐഡിയ അബൌട്ട് ക്ലൗ, അതാണ് റാഫിഡ്സിന് നമ്മൾ ട്രിക്ക്, റാഫിഡ്. ഓക്കെ, റാഫിഡ്. ഓക്കെ, ഐഡിയ, ദാറ്റ് ഈസ് I for Indian. Okay, Indian and European skill. Okay, then rough idea about claw. അപ്പോൾ നമുക്ക് അറിയാം claw ആണെന്ന്. Okay, so rough idea about claw, that is raphids. Okay, calcium oxalate crystals raphids വരുന്ന raphidsന്റെ അകത്ത് വരുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണ്, റഫ് ഐഡിയ അബൌട്ട് ക്ലൗ. ഓക്കെ, റഫ്, ദാറ്റ് ഈസ് റാഫിഡ്സ്, ഐഡിയ ഇന്ത്യൻ ആൻഡ് യൂറോപ്യൻ സ്കിൽ. ഓക്കെ, അബൌട്ട് ക്ലൗ നമുക്കറിയാം, ക്ലൗ. ദെൻ നെക്സ്റ്റ് ഇഡിയോബ്ലാസ്റ്റ്. ഓക്കെ, ഇഡിയോബ്ലാസ്റ്റിന്റെ ട്രിക്ക് എന്താണ്, ഇഡിയറ്റിനെ ബ്ലാസ്റ്റ് ചെയ്യാൻ കൊക്കൈൻ യൂസ് ചെയ്തു. ഓക്കെ, ഇഡിയറ്റിനെ ബ്ലാസ്റ്റ് ചെയ്യാൻ കൊക്കൈൻ യൂസ് ചെയ്തു. ഓക്കെ, ഇഡിയോബ്ലാസ്റ്റ്. സോ ഇഡിയറ്റിനെ ബ്ലാസ്റ്റ് ചെയ്യാൻ ഇഡിയോബ്ലാസ്റ്റ്. ഓക്കെ, ദെൻ ഇഡിയറ്റിനെ ബ്ലാസ്റ്റ് ചെയ്യാൻ ബിയോണ്ട് നമുക്ക് വീണ്ടും പഠിക്കാം ബെല്ലഡോണ. ഓക്കെ, ബെല്ലഡോണ. ദെൻ കൊക്കൈൻ യൂസ് ചെയ്തു, കൊക്കൈൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചെയ്തതിൽ സി, ദാറ്റ് ഇസ് സിങ്കോണ. ഓക്കെ, സോ ഇഡിയറ്റിനെ ബ്ലാസ്റ്റ് ചെയ്യാൻ എന്താണ്, കൊക്കൈൻ യൂസ് ചെയ്തു ഇഡിയറ്റിനെ. ഓക്കെ, ഇഡിയോബ്ലാസ്റ്റ്. ഓക്കെ, ഇഡിയറ്റിനെ ബ്ലാസ്റ്റ് ചെയ്യാൻ, ദാറ്റ് ഇസ് ബെല്ലഡോണ. കൊക്കൈൻ യൂസ് ചെയ്തു. ഓക്കെ, ചെയ്തു, സി ഫോർ സിങ്കോണ. ഓക്കെ,
അപ്പോൾ ഇഡിയറ്റിനെ ബ്ലാസ്റ്റ് ചെയ്യാൻ കൊക്കൈൻ യൂസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് പ്രിസ്മാറ്റിക് ക്രിസ്റ്റൽസ്. ഓക്കെ, പ്രിസ്മാറ്റിക് കാൽഷ്യം ക്രിസ്റ്റൽസിനെ, കാൽഷ്യം ഓക്സൈഡ് ക്രിസ്റ്റൽസിനെ കുറിച്ചാണ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത്. ഓക്കെ, പ്രിസ്മാറ്റിക് അതായത് പ്രിസം ഷേപ്പ്ഡ് ആയിട്ട് കാണുന്നതാണ് പ്രിസ്മാറ്റിക് ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് പഠിക്കാം. പ്രിസ്മാറ്റിക്കിനകത്ത് കുറച്ചധികം ഡ്രഗ്സ് വരുന്നുണ്ട്. അപ്പോൾ പ്രിസ്മാറ്റിക്കിന് വരുന്ന ട്രിക്ക് എന്താണ്? KL. കേരള നമുക്കറിയാം, കേരള, നമ്മളൊരു കേരളീയനാണ്, അതുകൊണ്ട് നമുക്ക് കേരളം എന്ത് കൊടുക്കാം? കേരള എന്ന് കൊടുക്കാം. ഓക്കെ, കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനിലും ഹൈസ്കൂളിലും 3 അല്ലെങ്കിൽ 3 ക്യൂട്ട് ഗേൾസ് ഉണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ കോഡ്. ഓക്കെ, കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനിലും ഹൈസ്കൂളിലും 3 ക്യൂട്ട് ഗേൾസ് ഉണ്ട്. ഓക്കെ, അത്രയും ട്രിക്കാണ് നമ്മൾ, അതായത് ആ ഒരു കോഡാണ് യൂസ് ചെയ്യുന്നത് പ്രിസ്മാറ്റിക് ക്രിസ്റ്റൽസ്. ഓക്കെ, കേരളത്തിലെ K for കുർച്ചി. ഓക്കെ, K for കുർച്ചി. Then L for ലിക്വറൈസ്. ഓക്കെ, L for ലിക്വറൈസ്. Then കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, റെയിൽവേ സ്റ്റേഷൻ R എന്തായിരിക്കും? റവോൾഫിയ. ഓക്കെ, R for റവോൾഫിയ. Then W വൈൽഡ് ചെറി. ഓക്കെ, വൈൽഡ് ചെറി ആണ് W. Then H for ഹയോസയാമസ്. ഓക്കെ, ഹയോസയാമസ്. Then S for സെന്ന ആൻഡ് സ്ട്രമോണിയം. ഓക്കെ, സെന്ന ആൻഡ് സ്ട്രമോണിയം. Then C for കാസ്കാര, കാഡമം, കൊറിയാണ്ടർ. Then G for ഗ്ലിസറിസ. ഓക്കെ, ഗ്ലിസറിസ ലിക്വറൈസ് എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒന്നാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ കോഡ് എന്താണ്? കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനിലും ഹൈസ്കൂളിലും 3 ക്യൂട്ട് ഗേൾസ് ഉണ്ട്. ഓക്കെ, KL, K for കുർച്ചി. L for എന്താണ്? L for ലിക്വറൈസ്. ഓക്കെ, റെയിൽവേ സ്റ്റേഷൻ R for റവോൾഫിയ. ഓക്കെ, റെയിൽവേ ദാറ്റ് ഈസ് W for വൈൽഡ് ചെറി. ഓക്കെ, റെയിൽവേ സ്റ്റേഷനിലും എന്താണ്? റെയിൽവേ സ്റ്റേഷനിലും ഹൈസ്കൂളിലും. ഓക്കെ, H for ഹയോസയാമസ്. Then S for സെന്ന ആൻഡ് സ്ട്രമോണിയം. ഓക്കെ, ദെൻ റെയിൽവേ സ്റ്റേഷനിലും സ്കൂളിലും 3 ക്യൂട്ട് ഗേൾസ് ഉണ്ട്. C. ഓക്കെ, 3 C ആണ് വരുന്നത്, അതുകൊണ്ടാണ് 3 ക്യൂട്ട് ഗേൾസ്. ഓക്കെ, 3C. അപ്പോൾ 3 C വരണം. C ഏതിനൊക്കെ വരുന്നത്? കൊറിയാണ്ടർ വരുന്നുണ്ട്. ഓക്കെ, ദെൻ കാഡമം വരുന്നുണ്ട്, കാസ്കാര. ഓക്കെ, ലാസ്റ്റ് വൺ G ഗ്ലിസറിസ. ഓക്കെ, അപ്പോൾ അതാണ് പ്രിസ്മാറ്റിക് ക്രിസ്റ്റൽസിൻ്റെ അകത്ത് വരുന്ന, അല്ലെങ്കിൽ പ്രിസ്മാറ്റിക് ക്രിസ്റ്റൽസിന് വരുന്ന എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റിലോട്ട് പോവാം. ക്ലസ്റ്റർ. ഓക്കെ, ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ കൂട്ടമായിട്ട് കാണുന്നത്. ഓക്കെ, അതിൻ്റെ ട്രിക്ക് അല്ലെങ്കിൽ കോഡ് എന്താണ്? PSC has R. ഓക്കെ, PSC പുനർനവ, S സെന്ന, ക്ലോവ്. ഓക്കെ, ഇനി ഡൗട്ട് ഉണ്ടാവും, ഇവിടെ സെന്ന പഠിച്ചു, ക്ലസ്റ്ററിൻ്റെ അകത്ത് സെന്ന പഠിച്ചു, അതേപോലെ പ്രിസ്മാറ്റിക്കിൻ്റെ അകത്ത് സെന്ന പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ് ക്ലോവ്. ഓക്കെ, ക്ലോവിൻ്റെ അകത്ത് ക്ലസ്റ്റർ പഠിച്ചു, ക്ലസ്റ്ററിൻ്റെ അകത്ത് ക്ലോവ് പഠിച്ചു. ഓക്കെ, ഇവിടെ റാഫേഡ്സിൻ്റെ അകത്തും ക്ലോവ് പഠിച്ചു. ഓക്കെ, റാഫേഡ്സിൻ്റെ അകത്തും ക്ലോവ് പഠിച്ചു, അതേപോലെ ക്ലസ്റ്ററിൻ്റെ അകത്തും ക്ലോവ് പഠിച്ചു. അതെന്തുകൊണ്ടാ? അതാണ് നമ്മുടേത് അതായത് നമ്മുടെ പ്രിസ്മാറ്റിക് ക്രിസ്റ്റൽസ് ക്ലസ്റ്റർ. ഓക്കെ, ക്ലസ്റ്റർ കാൽഷ്യം ഓക്സൈഡ് ക്രിസ്റ്റൽസിന് വരുന്നത് സെന്നയും വരുന്നുണ്ട്, ക്ലോവും വരുന്നുണ്ട്. അതായത് സെന്നൻ്റെ അകത്ത് ക്ലസ്റ്ററും കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ ഏതാണ് കാണുന്നത്? പ്രിസ്മാറ്റിക്കും കാണുന്നുണ്ട്. ഓക്കെ, ക്ലോവിൻ്റെ അകത്ത് റാഫേഡ്സും കാണുന്നുണ്ട്, ക്ലസ്റ്ററും കാണുന്നുണ്ട്. അതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ഒരേ ഡ്രഗ് തന്നെ 2 ടൈപ്പ് കാൽഷ്യം ഓക്സൈഡ് ക്രിസ്റ്റൽസും കാണിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ പഠിക്കണം. അവിടെ പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ എങ്ങനെ ഇവിടെയും വന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം. അതായത് 2 കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ പ്രിസ്മാറ്റിക് PSC has R. ഓക്കെ, PSC പുനർനവ. ഓക്കെ, P for പുനർനവ, S for സെന്ന. ഓക്കെ, C for ക്ലോവ്. ഓക്കെ, സോ PSC has, H ഹയോസയാമസ്. ഓക്കെ, A for ആലിയാന്തസ് ഗ്ലാൻഡുലോസ, അതായത് നമ്മൾ ബെല്ലഡോണയുടെ ഒരു അഡൾട്രന്റ് ആണ്. ഓക്കെ, ആലിയാന്തസ് എന്താണ്? ഗ്ലാൻഡുലോസ. ഓക്കെ, then S for stramonium, then R for rhubarb. Okay, so PSC has R.
ഏതിൻ്റെയാണ്? ക്ലസ്റ്ററിന് വരുന്ന ട്രിക്കാണ്. ഓക്കെ, PSC ഹാസ് ആർ, PSC, P for പുനർനവ, ഓക്കെ, S for സെന്ന, ഓക്കെ, C for cloud. So PSC has. H for hyoscyamus, okay, A for ailanthus granulosa, then S for stramonium, R, okay, R for rhubarb. Okay, then rosette crystals. ഓക്കെ, റൊസേറ്റ് ക്രിസ്റ്റൽസ് ഏതിനൊക്കെയാണ് കാണുന്നത്? ഏതൊക്കെയാണ് റൊസേറ്റ് ക്രിസ്റ്റൽസ് കാണിക്കുന്ന ഡ്രഗ്സ്? ഇവിടെ കോഫിയ. ഓക്കെ, കോഫിയ എന്നാണ് നമ്മുടെ ട്രിക്ക്. കോ ഫോർ കൊറിയാണ്ടർ, ഓക്കെ, F for ഫെന്നൽ, then A for അനൈസ്. ഓക്കെ, കോഫിയ അതാണ് റൊസേറ്റ് ക്രിസ്റ്റൽസ് കാണിക്കുന്ന ഡ്രഗ്സ്. കോഫിയ. കോ ഫോർ കൊറിയാണ്ടർ, ഓക്കെ, FE that is ഫെന്നൽ, ലാസ്റ്റ് A for അനൈസ്. ഓക്കെ, ഇത് ഈ ഒരു റൊസേറ്റ് ക്രിസ്റ്റൽസ് അംബലിഫറസ് ഡ്രഗ്സ് ആണ് കൂടുതൽ കാണിക്കുന്നത്. ഓക്കെ, അംബലിഫറസ് ഡ്രഗ്സ് ആണ് റൊസേറ്റ് ക്രിസ്റ്റൽസ് കൂടുതലായിട്ട് കാണിക്കുന്നത്. ഏതൊക്കെയാണ്? കോഫിയ. ഓക്കെ, കോഫിയൻ്റെ അകത്ത് കൊറിയാണ്ടർ, ഫെന്നൽ ആൻഡ് അനൈസ്. ദെൻ നമുക്ക് ഇനി പഠിക്കാം എന്താണ് കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഇല്ലാത്ത ഡ്രഗ്സ്. ദി ഡ്രഗ്സ് not having calcium oxalate crystals. Okay, calcium oxalate crystals ഇല്ലാത്ത ഡ്രഗ്സിന് ഒരു കോഡ് ഉണ്ട്, ഡിജിറ്റൽ ഓവൻസ്. ഓക്കെ, ഡിജിറ്റൽ ഓവൻ, ഡിജിറ്റൽ എന്ന് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും പേര് ഡിജിറ്റാലിസ് അല്ലെ, ഡിജിറ്റാലിസ് ഈസിയാണ് നമുക്ക്. ഓക്കെ, ദെൻ ഓവൻസ്, O for opium, ഓക്കെ, V for vinga, E for ergot, N for nux vomica, then S for solanum nigrum. ഓക്കെ, അപ്പോൾ നമുക്ക് കാൽഷ്യം ഓക്സൈഡ് ക്രിസ്റ്റൽസ് ഇല്ലാത്ത ഡ്രഗ്സ് ഏതൊക്കെയാണ്? ഡിജിറ്റൽ ഓവൻസ്. ഡിജിറ്റൽ നെയിമിൽ തന്നെ ഉണ്ട് ഡിജിറ്റാലിസ്. ഓക്കെ, ഓവൻസ്, O for opium, V for vinga, ഓക്കെ, E for ergot, N for nux vomica, ഓക്കെ, ലാസ്റ്റ് വൺ S for solanum nigrum. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡ്രഗ്സ്. ഓക്കെ, ഈ ഒരു സെക്ഷൻ്റെ അകത്ത് നമ്മൾ സ്റ്റൊമാറ്റോയെ കുറിച്ചും കാൽഷ്യം ഓക്സൈഡ് ക്രിസ്റ്റൽസിനെ കുറിച്ചുമാണ് പഠിക്കുന്നത്. ഓക്കെ, അതിൽ യൂസ് ചെയ്യുന്ന കോഡ്സും ആ ഒരു കോഡ് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. ഓക്കെ, അങ്ങനെ കോഡ് യൂസ് ചെയ്തിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് PSCൻ്റെ അകത്ത് നമ്മളെ സ്റ്റൊമാറ്റോയെ കുറിച്ചോ അല്ലെങ്കിൽ കാൽഷ്യം ഓക്സൈഡിനെ കുറിച്ചോ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരുപാട് ഡ്രഗ്സ് പഠിക്കുമ്പോൾ നമുക്ക് എന്തായാലും മാറിപ്പോവും. എബോവ് 60 ഡ്രഗ്സ് നമുക്ക് പഠിക്കാണ്ട് ഫാർമക്കോഗ്നോസിൻ്റെ അകത്ത്. എല്ലാത്തിൻ്റെയും ബയോളജിക്കൽ സോഴ്സ്, അതുപോലെ ഫാമിലി, കെമിക്കൽ കോൺസ്റ്റുവൻസി യൂസ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് എന്തായാലും മാറിപ്പോവും. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ജസ്റ്റ് കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് സ്റ്റൊമാറ്റെങ്കിലും ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് പഠിച്ചാൽ അതെങ്കിലും നമുക്കൊരു ഓർമ്മ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഒരു കോഡ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ട്രിക്സ് യൂസ് ചെയ്തിട്ടോ പഠിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇത് നിങ്ങൾ നോക്കുക, നിങ്ങൾ നോക്കിയിട്ട് നന്നായിട്ട് പഠിക്കാൻ നോക്കുക. ഓക്കെ, എന്തായാലും നിങ്ങൾക്കിത് ഈസി ആയിട്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ താങ്ക് യു.